ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ രാഹുൽ ഈശ്വർ പുതിയ ഒരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജനസംഖ്യ കുറയുന്നു? അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മക്കളുടെ കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖറിൻ്റെ മക്കൾ കല്യാണം കഴിയുന്ന സമയത്ത് മോഹൻലാലിന്റെ മകനായിട്ടുള്ള പ്രണവിന്റെ മോന് സ്കൂളിൽ പഠിക്കുകയായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 30 വയസ്സ് കഴിഞ്ഞിട്ടും കെട്ടാതെ വീട്ടിൽ തന്നെ കിടക്കുകയാണ് മോഹൻലാലിന്റെ മക്കളൊക്കെ. അതേസമയം മമ്മൂട്ടി സമയത്തിന് പിടിച്ച് മക്കളെ കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പേരക്കുട്ടികളുടെയും കൂടി കല്യാണമൊക്കെ കാണാൻ വേണ്ടി മമ്മൂട്ടിക്ക് കഴിയുമായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇദ്ദേഹം എടുത്തിരിക്കുന്ന ഈ ഉദാഹരണം തന്നെയാണ്. ഈ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ ഒരിക്കലും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു ഒരു നിലവാരം എടുക്കാൻ വേണ്ടി ഷാറൂഖ് ഖാനെയും സൽമാൻ ഖാനെയും സെയ്ഫ് അലി ഖാനെയും ഒക്കെ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ കല്യാണം നടക്കാതിരിക്കുന്നതിന്റെ കാരണവും അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിക്കണം. അപ്പൊ എന്താ യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ മറ്റു പല കാരണങ്ങളാണ്. അത് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ആധുനിക കാലഘട്ടത്തിൽ കടന്നു വന്നുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരുപാട് കാലഘട്ടം മുമ്പുള്ള ഒരു കാരണം ഇന്നും നിലനിൽക്കുന്നത് ഈ ജാതി സമ്പ്രദായം, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതേപോലെ ജാതകം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ബിസിനസ് ഒക്കെ വേണം എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും വാശി പിടിക്കുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി കാരണങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ വിവാഹം നടക്കാതിരിക്കുന്നതിനായിട്ട് കാണാൻ വേണ്ടി പറ്റും. താരതമ്യേന അതേസമയം നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഈ തങ്ങൾ വിഭാഗക്കാർക്കൊക്കെ ഒരു അപ്പർ കാസ്റ്റ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ പോലും ബാക്കി സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതേസമയം എന്താണ്, ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഒറ്റ കുട്ടിയിലൊക്കെ പ്രസവം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയാണ് അവരുടെ ഇടയിലുള്ളത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, മുസ്ലിം മതവിശ്വാസികളുടെ ഇടയിൽ ഒരു കുട്ടി മാത്രമായിട്ടുള്ളത് വളരെ ചുരുക്കമായിരിക്കും. 2 or 3 കുട്ടികളും അതിൽ കൂടുതൽ കുട്ടികളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതും ഈ ഫെർട്ടിലിറ്റി റേറ്റ് വരുന്നതിനൊരു കാരണമായിട്ട് കാണാൻ വേണ്ടി പറ്റും. യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു ബ്രാഹ്മണ്യത്തിന്റെ എന്തോ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിയൊക്കെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും ഹിന്ദുമത വിഭാഗക്കാരുടെ ഇടയിൽ ഇന്റർ കാസ്റ്റ് മാരേജ് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് ആദ്യം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ സാമ്പത്തികമായിട്ട് ഹിന്ദുമത വിശ്വാസികൾ കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതും കുറച്ചുകൂടി ഈ കല്യാണങ്ങൾ നടക്കാൻ കാരണമായേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇവിടെ ചെയ്യുന്നത് PC ജോർജിന്റെ വാലുമ തൂങ്ങിയിട്ടാണ് രാഹുൽ ഈശ്വർ വന്നിട്ടുള്ളതെങ്കിലും ഈ കേരളത്തിലെ ഹിന്ദുക്കളെയൊക്കെ ഒരു തരത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ്. അവർക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണെന്നൊക്കെ വലിയ കണക്കൊക്കെ വെച്ച് പറയുമ്പോൾ ശരിക്കും അവരെ അതൊരു അപമാനിക്കും പോലെയാണ് എനിക്ക് ആ ഒരു കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് മമ്മൂട്ടിയുടെ മോൻ അല്ലെങ്കിൽ മോഹൻലാലിന്റെ മോൻ എന്നുള്ളത് അതല്ല കാര്യം. അതിൽ കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഇപ്പോൾ മോഹൻലാലിന്റെ മകനായിട്ടുള്ള പ്രണവിന് കല്യാണം കഴിക്കാൻ താല്പര്യമായിട്ടായിരിക്കും അദ്ദേഹം കഴിക്കാണ്ടിരിക്കുന്നത്, അല്ലാതെ പെണ്ണ് കിട്ടാഞ്ഞിട്ടോ ഗവൺമെന്റ് ജോലി ഇല്ലാഞ്ഞിട്ടോ ഒന്നല്ല അയാൾ കല്യാണം കഴിക്കാത്തത്. അതേസമയം ദുൽഖർ എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാകാം കല്യാണം കഴിക്കണം എന്നുള്ളത്. അതൊരിക്കലും പക്ഷെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ ഒരിക്കലും പറ്റാത്ത സംഭവങ്ങളാണ്. ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ അല്ല ഈ സൂപ്പർ സ്റ്റാറിന്റെ മക്കളുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്താണ് പറയുക, മറ്റു മതക്കാർക്ക് ജനസംഖ്യ കൂടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ഇങ്ങനെ പാനിക് ആക്കുന്ന ഈ ഒരു തന്ത്രം എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇന്ത്യ ഇപ്പൊ ഒന്ന് ലോകത്ത് ജനസംഖ്യ തന്നെ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല. ഈ ഉള്ള ജനസംഖ്യ തന്നെ എങ്ങനെ തെറ്റി പോറ്റെന്ന് അറിയാത്ത കണ്ടീഷനിൽ വീണ്ടും ഇനിയും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം?
നമുക്ക് വേണ്ടത് നല്ല ഒരു ഫ്യൂച്ചറാണ്. പ്രസന്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടി എല്ലാ കമ്മ്യൂണിറ്റിയും, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും ഹിന്ദു കമ്മ്യൂണിറ്റി ആയാലും ഒരൊറ്റ കുട്ടിയോ രണ്ട് കുട്ടിയിലെയോ ഒക്കെ തന്നെ നിർത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കൂടി തോന്നുന്നത്. അല്ലാതെ ഒരുപാട് ജനസംഖ്യ അങ്ങനെ എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിട്ട് വല്ലാത്തൊരു കണ്ടീഷനിലേക്കായിരിക്കും ഇനി നമ്മുടെ രാജ്യം പോകുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്യുക. ബൈ.